അയർലൻഡ് എന്ന കൺട്രി എപ്പോഴും ഒരു പ്രോഗ്രാമിലാണ് സ്റ്റുഡൻസിന് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതൊട്ടും ഡൗട്ടില്ലാതെ ഏത് സ്റ്റുഡൻസിനും പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഫാർമസി അല്ലെങ്കിൽ ഫാർമ റിലേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് കോഴ്സസ്. സോ ഏതൊരു സ്റ്റുഡൻസും ഒരു ഫാം റിലേറ്റഡ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു കൺട്രി അയർലൻഡ് തന്നെയായിരിക്കും. അപ്പം ഓരോ കൺട്രീസ് നമ്മൾ എടുക്കുമ്പോഴും ആ ഓരോ കൺട്രീസിനും ഓരോ കോഴ്സിനും സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അയർലൻഡിൽ ഈ ഒരു ഫാർമ റിലേറ്റഡ് പ്രോഗ്രാംസിനുള്ള സ്പെഷ്യാലിറ്റീസ്. അയർലൻഡിൽ എന്തുകൊണ്ട് ഈ ഫാർമ റിലേറ്റഡ് പ്രോഗ്രാംസ് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന്റെ ഫേവറേറ്റ് ആയി മാറിയതെന്ന് വെച്ചാൽ അയർലൻഡാണ് വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്സ്പോർട്ടറിൽ നിൽക്കുന്നത്. അവർ ഏകദേശം ഒരു ആനുവലി അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 116 യൂറോസ് ബില്യൺസ് ആണ് അവർ ഓരോ ആനുവലി അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് എന്ന് പറയുന്നത് 9 to 10 ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ സസ്റ്റൈനബിൾ ഓപ്പറേഷൻസും അയർലൻഡിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 75+ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും അയർലൻഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ് എടുത്തിട്ട് നിങ്ങളൊരു അയർലൻഡാണ് ഡെസ്റ്റിനേഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല കോഴ്സ് ഓപ്ഷൻസും അയർലൻഡ് കൺട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഇപ്പം എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് അയർലൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് എലിജിബിലിറ്റി നോക്കുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ബാച്ചിലേഴ്സിൽ ഫാം റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ബി ഫാം ഡി അല്ലെങ്കിൽ ബയോമെഡിക്കൽ റിലേറ്റഡ് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസ്റ്റേഴ്സ് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ പല കൺട്രീസും കണ്ടിട്ടുണ്ട് പല സ്റ്റുഡൻസും എന്താ പറയുക കെമിസ്ട്രി ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സയൻസ് റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ബട്ട് അയർലൻഡ് പോലത്തെ കൺട്രീസിൽ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ പ്രീവിയസ് ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിലിറ്റി ഉണ്ടാകും. പിന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 year ആയിരിക്കും മാസ്റ്റേഴ്സിന്റെ കോഴ്സ് ഡ്യൂറേഷൻസ് വരുന്നത്. ഫീ റേഞ്ച് ഏകദേശം ഒരു 12 to 15 lakhs ആയിരിക്കും ഫീ റേഞ്ച് വരുന്നത്. പാർട്ട് ടൈമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 hours ആയിരിക്കും വീക്ക്ലി പാർട്ട് ടൈം വരുന്നത്. പിന്നെ പാർട്ട് ടൈം ഓവർ നിങ്ങൾ പ്രതീക്ഷിക്കാൻ നിൽക്കട്ടെ, കാരണം എല്ലാ കൺട്രീസിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, പാർട്ട് ടൈമിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ ഫസ്റ്റ് നിങ്ങളുടെ ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നോക്കുക. അതോടൊപ്പം തന്നെ പാർട്ട് ടൈമിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ അയർലൻഡിനെ കുറിച്ച് കോഴ്സ് ഓപ്ഷൻസ് ലൈക്ക് അയർലൻഡിൽ വെറൈറ്റി കോഴ്സസ് ഉണ്ട്. എപ്പോഴും എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്നത് ഫസ്റ്റ് ഫാർമസി കംപ്ലീറ്റ് ചെയ്താൽ ഫാർമസി റിലേറ്റഡ് കോഴ്സസ് നോക്കും. M.Pharm ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. എന്നാൽ അയർലൻഡിൽ ഒരുപാട് കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഒരുപാട് കോഴ്സ് ഓപ്ഷൻസുകൾ അയർലൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ സ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അയർലൻഡിൽ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് വേറൊരു കൺട്രീസിലും അധികം ഫാർമസി റിലേറ്റഡ് അത് കിട്ടുന്നില്ല. ബട്ട് അയർലൻഡിൽ ആ ഒരു ഓപ്ഷൻസ് ഉള്ളത് കാരണം 75+ കമ്പനീസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ് അയർലൻഡിലുള്ളത്. അത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഇന്റേൺഷിപ്പിന് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അയർലൻഡിൽ ഒരുപാട് നല്ല ഫാർമസ്യൂട്ടിക്കൽ പ്രോഗ്രാംസും കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ എലിജിബിലിറ്റി കാര്യങ്ങളും പ്രോപ്പർലി ചെക്ക് ചെയ്യുക, സ്റ്റേ ബാക്ക് ഓപ്ഷൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഈ കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് ബെനിഫിറ്റ്സ് ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ കൺട്രീസിനും ആ ഒരു കൺട്രീസിൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ട് ലിസ്റ്റ് കോഴ്സസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ ആ കൺട്രിയിലെ ഏറ്റവും ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് അവിടെ ആരെ ജോബിന് കിട്ടാത്ത പ്രോഗ്രാംസിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പം അയർലൻഡിൽ പബ്ലിഷ് ചെയ്തതിൽ വന്നിട്ടുള്ളതാണ് ഒരു ഫാർമ റിലേറ്റഡ്. ആ ഫാർമയിൽ തന്നെ ക്വാളിറ്റി റിലേറ്റഡ് പ്രോഗ്രാംസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് കൂടുതൽ ക്രിട്ടിക്കൽ ലിസ്റ്റിലെ പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഈ ഫാർമയിൽ ഏതൊക്കെ കോഴ്സസ് ആണ് വരുന്നത് സ്കിൽ ലിസ്റ്റിൽ വരുന്നതെന്ന് കൂടി ചെക്ക് ചെയ്യാം. അയർലൻഡിൽ എപ്പോഴും സ്റ്റുഡൻസിന് ഒരു ചാലഞ്ച് ആയിട്ട് വരുന്നത് അയർലൻഡിലെ ഫിനാൻസ് ആണ്. കാരണം ഫിനാൻഷ്യലി സ്ട്രോങ് ആയ സ്റ്റുഡൻസിനാണ് കുറച്ചും കൂടി അവരുടെ റിക്വയർമെന്റ്സും കാര്യങ്ങളും മീറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നത്. കാരണം അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയർലൻഡിലെ ഫിനാൻസും മറ്റു കാര്യങ്ങളും ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വിസക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴും അത് എളുപ്പമായി തീരും. അയർലൻഡ് എന്ന് പറയുന്ന കൺട്രി ഫാർമസി സ്റ്റുഡൻസിന് നല്ല ഓപ്പർച്യൂണിറ്റീസും ഇന്റേൺഷിപ്പ് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അയർലൻഡ് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് അയർലൻഡ് എന്ന കൺട്രി ചൂസ് ചെയ്യാം. പിന്നെ എല്ലാ അബ്രോഡ് കൺട്രീസിനായിട്ട് അവർക്ക് നെഗറ്റീവ് ഉണ്ടാകും പോസിറ്റീവ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങളൊരു കൺട്രി ചൂസ് ചെയ്യേണ്ടിയിട്ട്. സോ അയർലൻഡിനെ കുറിച്ചിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ് കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ടീം പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ഇൻടേക്ക് കോഴ്സ് ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.